ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്ത് ഞാനിങ്ങനെ പറയുന്നത് ചിലരൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളൊക്കെ ആദ്യമായിട്ട് വീഡിയോ നിർമ്മിക്കുകയല്ലേ, അപ്പോൾ ആ രീതിയിലൊക്കെ വരത്തുള്ളൂ. നിങ്ങളങ്ങ് ക്ഷമിക്ക്, ഓക്കെ? അപ്പം കൂട്ടുകാരെ, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നോൺ വെജ് ഐറ്റം ആണ്. അത് ചിക്കൻ കറിയാണ്. നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമുക്ക് വാച്ച് ചെയ്യാം. അപ്പം ഞാനിവിടെ 2 കിലോ ചിക്കനാണ് നമ്മളെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടൊരു അരിപ്പയിലേക്ക് വെള്ളം വാലാൻ വെച്ചിട്ട് ആ വെള്ളം വാർന്നതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ കഷ്ണത്തിലൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ച് കിട്ടാനായിട്ട് അത് ബെറ്ററാണ്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 6 ടേബിൾ സ്പൂണ് ഗരം മസാല ചിക്കൻ മസാല പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കുക. ചിക്കൻ മസാല ഇല്ല എങ്കിൽ, നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ അതിനാവശ്യത്തിനുള്ള ഒരു 3-4 സ്പൂണ് മുളക് പൊടിയും കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർത്തൊന്ന് പുരട്ടി വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പം അതുപയോഗിച്ച് നന്നായിട്ടൊന്ന് പുരട്ടുക. നമ്മുടെ മസാല, ഈ ഉപ്പും മസാലയും എല്ലാം ഈ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനാണ് നമ്മൾ നേരത്തെ ഒന്ന് പുരട്ടി വെക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് കൈ കൊണ്ട് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ഞെവടി അങ്ങോട്ട് പുരട്ടി വെക്കുക. പുരട്ടിയതിന് ശേഷം ഇത് കുറച്ച് നേരത്തേക്ക് ഇത് അടച്ച് മാറ്റി വെക്കണം. ഇത് നന്നായിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് കഷ്ണത്തിൽ പിടിച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് മാറ്റി വെക്കണം ഇത്. അപ്പം നിങ്ങൾ മുളക് പൊടിയാണ് ഇതിന് ചേർക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള മുളക് പൊടിയെ പിന്നീട് ഇതിന് ഉപയോഗിക്കാവൂ. കാരണം ഒരുപാട് മുളക് പൊടി ആയിക്കഴിഞ്ഞാൽ എരി കൂടിപ്പോകും കറിക്ക്. എരി കൂടിയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് പുരട്ടിയിട്ട് നമ്മളിതൊന്ന് കുറേ നേരത്തേക്ക് മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ അടുപ്പ് സെറ്റപ്പ് നോക്കാം. ഞാൻ വിറകടുപ്പിലാണ് ഇത് ചിക്കൻ കറി വെക്കുന്നത്. അപ്പം ഞാൻ വിറകടുപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വിറകടുപ്പ്. അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. ഏകദേശം 10-30 വർഷം പഴക്കമുള്ളൊരു ചീനച്ചട്ടിയാണ് ഇത്. ഞങ്ങൾ ഇതിലാണ് ചിക്കൻ കറിയൊക്കെ സാധാരണ വെക്കാറ്. അപ്പം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1.5 കപ്പോളം വെളിച്ചെണ്ണ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ടൊന്ന് ചൂടായതിന് ശേഷം ഞാൻ കടുക് പൊട്ടിക്കുകയാണ്. കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ടൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സവാള അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ അരിഞ്ഞാണ് ഞാൻ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തത്. സവാള ഏകദേശം ഒരു 5 വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. ഇതിത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. ഇനി ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. കൊത്ത് അരിഞ്ഞത്. ചില ഭാഗങ്ങളിലൊക്കെ ഇത് ചേർക്കാറുണ്ട്. നല്ല രസമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്ത് കടിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഇതേപോലെ അരിഞ്ഞത് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ പറയാൻ വിട്ടുപോയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പച്ചമുളക് ചേർത്ത് ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു 5-6 പച്ചമുളക് അരിഞ്ഞതും കൂടെ, നീളത്തിൽ അരിഞ്ഞതും കൂടെ ഞാനിത് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറന്നുപോയി പറയാൻ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് ഞാനിതിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്കൊന്ന് നിറം മാറിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ഈ വിറകടുപ്പിൽ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തീ ശ്രദ്ധിക്കണം. തീ കത്തുന്നുണ്ടോ അതോ ഒരുപാടാണോ കത്തുന്നത് എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. തീ കത്തുന്നില്ലെങ്കിൽ നമ്മുടെ ഇത് കൂട്ടാൻ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അഥവാ ഒരുപാടാണ് കത്തുന്നതെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചു വേണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് ഉപ്പാണ്. നമ്മളുടെ ഇത് സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 7 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊടി ചേർക്കുമ്പം അത് ഒരിക്കലും കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. അപ്പം പൊടി
ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കന് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമ്മുടെ ഈ സവാളയും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ആ കഷ്ണങ്ങളിലെല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. വിറകടുപ്പിലൊക്കെ ഇതേപോലെ നോൺ വെജ് ഐറ്റംസൊക്കെ വിറകടുപ്പ്, നോൺ വെജ് മാത്രമല്ല എല്ലാ ആഹാരങ്ങളും വിറകടുപ്പ് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. പക്ഷേ നോൺ വെജ് ഐറ്റംസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് വിറകടുപ്പിൽ വെക്കുന്ന നോൺ വെജ് കറികൾക്കൊക്കെ. അപ്പം ഞാൻ എല്ലാ മസാലകളെല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 തക്കാളി അരിഞ്ഞതാണ്. അതാണ്ട് ഇതേ കൂട്ട് ഒരു ചെറിയ കുഴി കുത്തി അതിനകത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂടിയിട്ട് പിന്നെ ഈ പാത്രം ഒരു അടപ്പ് കൊണ്ട് മൂടി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതുവരെ. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഞാൻ ഇത് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കുരുമുളക് പൊടിയാണ്. അതിന് ഞാൻ ഇടയ്ക്ക് അത് തുറന്നിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അത് 4 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത് കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഞാനിത് ഏകദേശം ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട ഇത്രയും അത് വെള്ളം അതിനകത്ത് നിന്ന് നമുക്ക് ഊറി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് പച്ചവെള്ളമല്ല ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം അടുപ്പ് വെച്ച് തിളപ്പിച്ചതിന് ശേഷം ആ തിളച്ച വെള്ളമാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 കപ്പോളം വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാല പൗഡറാണ്. അപ്പോൾ അത് 5 സ്പൂൺ ഗരം മസാല പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം കൂടെ ഒന്ന് നമ്മളിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുക. ഇനി ഞാനിതിനകത്ത് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് കൂട്ടാനും മാത്രമല്ല നമ്മുടെ ഏരിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനും ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു തിള വരുന്നവരെ ഒന്ന് അടുപ്പ് വെച്ച് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചിക്കൻ വെക്കുന്നവരാണ്. അപ്പം നമ്മൾ ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.